പ്രധാന വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഭരണമാറ്റം ഉണ്ടായതോടെ പോലീസ് സേനയിൽ കൂട്ട സ്ഥലം മാറ്റത്തിന് സാധ്യത. പോലീസ് ആസ്ഥാനത്ത് തിരക്കിട്ട നീക്കങ്ങൾ നടക്കുകയാണ്. 10 വർഷമായി ഒരേ യൂണിറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് മാറ്റമുണ്ടാകും. ഇടതനുകൂല സംഘടനാ നേതാക്കളെയാകും ആദ്യം തന്നെ മാറ്റുക. സ്പെഷ്യൽ ബ്രാഞ്ചിലും ക്യാമ്പുകളിലുമുള്ളവരെ ലോക്കൽ സ്റ്റേഷനിലേക്ക് മാറ്റാനാണ് ആലോചന. കോൺഗ്രസ് നേതാക്കളെ സാമൂഹിക മാധ്യമത്തിൽ അധിക്ഷേപിച്ച നേതാവിനും മാറ്റമുണ്ടാകും. പെരുമാറ്റച്ചട്ടം പിൻവലിച്ചാലുടൻ ഉത്തരവുകൾ ഇറങ്ങും. അതേസമയം പോലീസ് യൂണിഫോം വാങ്ങാൻ വലിയ തിരക്കാണ്. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, അങ്ങനെ എല്ലായിടങ്ങളിലും അഴിച്ചുപണി ഉണ്ടാവുന്നു. സ്വാഭാവികമാണ്, ഒരു മന്ത്രിസഭ പോയി മറ്റൊരു മന്ത്രിസഭ വരുമ്പോൾ, പ്രത്യേകിച്ച് മറ്റൊരു പാർട്ടിയുടേതാണെങ്കിൽ ആദ്യം തെറിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ചില പോലീസ് സേവാന്മാരുടെ തൊപ്പിയായിരിക്കും. ചിലയിടങ്ങളിൽ തൊപ്പി തെറിക്കും, ചിലയിടങ്ങളിൽ തൊപ്പി മാറും. ഇപ്പോൾ എങ്ങനെയാണ് ഈ തൊപ്പി തെറിക്കലുകളും തൊപ്പി മാറ്റലുകളും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഹരി, ഗുഡ് മോർണിംഗ്. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ സേനയിൽ തന്നെ ഒരു പറച്ചിലുണ്ട്. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്, അതായത് ഈ വോട്ടെണ്ണലിന് ശേഷം പോലീസ് യൂണിഫോം തയ്പ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തിരക്കാണ് എന്നുള്ളത്. പക്ഷെ അതിൽ കുറച്ച് വസ്തുതയുണ്ട് എന്നുള്ളതാണ്, ഒരു തമാശ മാത്രമല്ല. കാരണം ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ സ്പെഷ്യൽ ബ്രാഞ്ചിലും ക്യാമ്പുകളിലും ഒക്കെയായി തന്നെ ഈ ഇടതനുകൂല നേതാക്കൾ സ്ഥിരമായി ഇരിപ്പുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിലെ ഭാരിച്ച ജോലിയിൽ നിന്ന് മാറി സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ക്യാമ്പുകളിലൊക്കെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിലൊക്കെ തന്നെയായി സ്ഥിരമായി ജോലി ചെയ്യുന്നു. ഒരു 10 വർഷം ഒക്കെയായി സ്ഥിരമായി അങ്ങനെ ജോലി ചെയ്യുന്ന ഒരു പതിവില്ല. പക്ഷേ ഈ തുടർഭരണം ഉണ്ടായതോടുകൂടി അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഈ സംഘടനാ നേതാക്കൾക്ക് സ്ഥലം മാറ്റം നൽകാൻ വേണ്ടിയിട്ടുള്ള തിരക്കട്ട നീക്കം പോലീസ് ആസ്ഥാനം കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ഈ സമീപ ദിവസങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് സംഘടനാ നേതാക്കൾക്ക് അവരുടെ പേരന്റ് യൂണിറ്റിലേക്ക് തിരിച്ചു വരാൻ ഒരു അവസരം കിട്ടിയിരുന്നു. എന്ന് പറയുന്നത് പോലെ കുറെ നാളുകളായി ഇത്തരത്തിൽ ജോലി ചെയ്യുന്ന, സ്പെഷ്യൽ ബ്രാഞ്ചിലൊക്കെയായി ജോലി ചെയ്യുന്ന ഇടതനുകൂല സംഘടനാ നേതാക്കളെയൊക്കെ തന്നെ തിരികെ ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാറ്റാനുള്ള നീക്കമാണ് തുടങ്ങിയിരിക്കുന്നത്. അവരുടെ പട്ടിക അടക്കം എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുള്ളത്, ഈ മുൻപ് നടപടികളൊന്നും നേരിടാതെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരന്തരമായി കോൺഗ്രസ് നേതാക്കളെ അധിക്ഷേപിച്ചുകൊണ്ടിരുന്ന ചില സംഘടനാ നേതാക്കളുണ്ട്. തിരുവനന്തപുരത്തെ അടക്കം ചില സംഘടനാ നേതാക്കളുണ്ട്. ഇവരെ അടക്കം സ്ഥലം മാറ്റത്തിന് വിധേയമാക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇൻസ്പെക്ടർ റാങ്ക് വരെ ഉള്ള തസ്തിക വരെയുള്ളവർക്കാണ് ഈ സ്ഥലം മാറ്റം ബാധകമാവുക. കഴിഞ്ഞ കുറെ നാളുകളായി ഇവർക്ക് ആർക്കും തന്നെ ഈ സ്ഥലം മാറ്റ നടപടികൾ നേരിടേണ്ടി വന്നിട്ടില്ല, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സ്ഥലം മാറ്റം പോലും ഇവർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അതേസമയം തന്നെ കോൺഗ്രസ് അനുകൂല സംഘടനാ നേതാക്കളുടെ ഒരു രീതി, അവർക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ പരസ്യമായി സാമൂഹ്യ മാധ്യമത്തിൽ തന്നെ അതിനെതിരെ പ്രതിഷേധിക്കുന്ന നിലവരെ ഉണ്ടായി. രാഷ്ട്രീയ പ്രതികാര നടപടി എന്നുള്ള നിലയിൽ തന്നെ അവരതിനെ കാണുകയുണ്ടായി. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ വർഷങ്ങളായി കൊല്ലത്ത് ജോലി ചെയ്യുന്ന തിരുവനന്തപുരത്തുകാരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോസ്റ്റൊക്കെ ഇട്ടത് വലിയ രീതിയിൽ വിവാദമൊക്കെ ആയിരുന്നു. അപ്പോൾ തങ്ങളുടെ സർക്കാർ വരുമ്പോൾ ഇത്തരത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ ക്യാമ്പുകളിലൊക്കെ നിന്ന പോലീസുകാർക്ക് തിരികെ ഭാരിച്ച ജോലിയുള്ള സ്റ്റേഷനുകളിലേക്ക് തന്നെ സ്ഥലം മാറ്റം നൽകണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. എന്തായാലും നടപ്പിലാകുന്നു എന്നുള്ളതാണ് ഒരു. ഓക്കെ, താങ്ക് യു. ഹരിയാണ് വിവരങ്ങൾ നൽകിയത്. ഒരു പ്രേക്ഷകൻ പറയുന്നു, ഞങ്ങൾ AKG സെന്ററിൽ തുടരും, ഞങ്ങളെ അങ്ങനെ ഭയപ്പെടുത്തി വിരട്ടാനൊന്നും നോക്കണ്ട എന്നുള്ളതാണ്. എന്നാലും ക്യാമ്പുകളിലും സ്പെഷ്യൽ ബ്രാഞ്ചുകളിലും ഒക്കെ കഴിഞ്ഞിരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് സമാധാനത്തോടു കൂടി സ്റ്റേഷനിൽ വന്ന് ദൈനംദിന കാര്യങ്ങളൊക്കെ നോക്കാവുന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ യൂണിഫോം തപ്പിക്കാൻ നല്ല തിരക്കാണെന്നാണ് ഹരിമോഹൻ പറയുന്നത്. സർക്കാർ വന്നു, ഇനി പ്രതീക്ഷയൊന്നുമില്ല, ക്യാമ്പിൽ ഇത് എപ്പോൾ എടുത്ത് സ്റ്റേഷനിലോട്ട് ഇട്ടു എന്ന് ചോദിച്ചാൽ മതി, ലോക്കലിലോട്ട് ഇട്ടു എന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ആ അവസ്ഥയിലാണ് പല ഏമാന്മാരുടെയും പോക്ക്. അവർ പ്രതീക്ഷിച്ചിരുന്നതുമാണ്. തുടർഭരണമുണ്ടെങ്കിൽ കുറച്ചു കാലം കൂടിയൊക്കെ തുടരാമായിരുന്നു എന്നുള്ളതാണ്.